പന്തുകളിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇവരുമായിട്ട് തർക്കിച്ച ആൾക്കാർ ഇവരന്വേഷിച്ച് പേരും വിവരങ്ങളും തിരക്കി അവർക്ക് എന്താ ജോലി, എവിടേക്കാണ് പോണേ, അങ്ങനെ ഇവരൊരു ജീവനും ഭീഷണി മുഴക്കുന്നുണ്ട് ഇവർ. അങ്ങനെ ഒരു ഇതിലേക്ക് ഇപ്പോൾ പോകേണ്ടത്. പക്ഷേ നമുക്കിത് നല്ല രീതിയിൽ ഇനിയാണെങ്കിൽ ഞങ്ങൾ ഈ ക്ലബ്ബ് കുറേ നാളായിട്ട് നല്ല രീതിക്ക് പ്രവർത്തിച്ച് പോകുന്ന ക്ലബ്ബാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മളിതുവരെ ഒരു അടിയോ വിഷയമോ ഉണ്ടായിട്ടില്ല. ഇതൊരു ചെറിയൊരു കുട്ടികൾ നടത്തിയ പരിപാടികൾക്കിടയിൽ ഈ വലിയവർ വന്ന് വിഷയങ്ങളുണ്ടാക്കിയാണ് ഇത്രയും വിഷയം ഉണ്ടായത്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരാളെ അടിച്ചമർത്തുക അങ്ങനെ പരിപാടികളല്ല. ആ കൊച്ചിനെ നമ്മൾ തെറ്റ് ചെയ്തതിന് റെഫറി ഫുട്ബോളിൻ്റെ മാന്യത വെച്ചിട്ടുള്ള ശിക്ഷയാണ് കൊടുത്തത്. അത് കയറിപ്പോകാണ്ടിരിക്കുകയും അവൻ്റെ വിഷമത്തിൻ്റെ പുറത്ത് അച്ഛനെ വിളിച്ച് വരുത്തി ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഫാദർ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ എന്ത് വിഷയം ഉണ്ടായാലും ഞങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകാനാണ്. ഇപ്പോൾ ജീവനും സ്വത്തിനും ഭീഷണിയും ഒക്കെ മുഴക്കാൻ ഇത് കേരളമല്ലോ. ഇപ്പോൾ നമ്മളെല്ലാം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാവർക്കും തുല്യ അവകാശമുള്ളത്, അല്ലാണ്ട് കാശുള്ളവരും ഇല്ലാത്തവരും എന്നുള്ള ഒരു ചിന്താഗതി ഇതൊക്കെ മാറി എല്ലാവർക്കും അത്യാവശ്യം ഒരു ലെവലിൽ ആണ് ഇപ്പോൾ ജീവിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരെയും ഭീഷണിക്ക് വഴങ്ങുകയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ കാര്യത്തിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.